പല്ല് കേട് വരുമ്പോൾ അതെങ്ങനെയാണ് കാണാറെന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടല്ലേ. അതെല്ലാവരും ശ്രദ്ധിക്കപ്പോഴാണ് ഭക്ഷണം കൊടുക്കുമ്പോഴാണ്, അല്ലെങ്കിൽ പുളിപ്പ് വരുമ്പോഴാണ്, അല്ലെങ്കിൽ വേദന വരുമ്പോഴാണ്. ഞാൻ പറയുന്നത് പല്ല് കേട് തുടങ്ങുന്ന സമയത്ത് അതെങ്ങനെയാണ് കാണുക. ചെറിയ ബ്ലാക്ക് കളറായിട്ട് പല്ലിന്റെ ഉൾഭാഗത്ത് ചെറിയ ഡോട്ടായിട്ടോ വരകളായിട്ടോ കാണാറുണ്ട്. എപ്പോഴും അതിന്റെ സൈൻ എന്തായിരിക്കും അത് കാണുന്നത്? അതെങ്ങനെയാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുക? നിങ്ങൾക്ക് മധുരം കഴിക്കുമ്പോൾ അവിടെ ഒട്ടിപ്പിടിക്കുന്ന ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ പുളിപ്പ് അനുഭവപ്പെടുന്നുണ്ട്, തണുപ്പ് കഴിക്കുമ്പോൾ പുളിപ്പ് അനുഭവപ്പെടുന്നുണ്ട്, ചൂട് കഴിക്കുമ്പോൾ പുളിപ്പ് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അത് പല്ല് കേടുള്ളത് കൊണ്ടാണ്. ആ ഏരിയയിൽ എവിടെയോ ഒരു പല്ല് കേടുണ്ടെന്ന് നമുക്ക് ഉറപ്പിക്കാൻ കഴിയും. നമുക്ക് പല്ല് നോക്കുമ്പോൾ എന്താ കാണാം? പല്ലിന്റെ സൈഡിലെ നിറ വ്യത്യാസം ബ്രൗണോ അല്ലെങ്കിൽ ബ്ലാക്ക് കളറിലോ കാണാൻ കഴിയും, അല്ലെങ്കിൽ പല്ലിന്റെ നടുക്കായിട്ട് പല്ലിന്റെ വശങ്ങളിലായിട്ടോ ഒക്കെ കാണാറുണ്ട്. ഈ സമയത്ത് ഡെന്റിസ്റ്റ് നിങ്ങളോട് എന്താ പറയാ? ഇത് അടച്ച് കൊടുക്കണം. എങ്ങനെ അടയ്ക്കും? ഫില്ലിംഗ് ചെയ്യണം എന്ന് പറയും അല്ലെ. പിന്നെ ഞങ്ങളുടെ ഭാഷയിൽ പറയുന്നതാണ് റെസ്റ്റോറേഷൻ എന്ന് പറയുന്നത്. എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ടാണ് നമ്മൾ റെസ്റ്റോറേഷൻ ചെയ്യുക, എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾക്ക് ആശങ്ക ഉണ്ടാവും അല്ലെ, ഡോക്ടർക്ക് പോയാൽ എങ്ങനെയായിരിക്കും പല്ലടയ്ക്കാം? ആദ്യമായിട്ട് പോകുന്നവരൊക്കെ ചിന്തിക്കുന്ന കാര്യമായിരിക്കും. പല്ലടയ്ക്കുന്നതിന് പല്ലിലെ കേടുള്ള ഭാഗങ്ങൾ നമ്മുടെ കയ്യിലുള്ള മെഷീൻ ഉപയോഗിച്ചിട്ട് പതുക്കെ, ഒരു കുഞ്ഞ് ഡ്രില്ലർ മെഷീനാണ് കേട്ടോ, വെള്ളത്തിന്റെ സാന്നിധ്യത്തിൽ വെള്ളവും കൂടി ഉപയോഗിച്ച് നമ്മളത് പതുക്കെ ഡ്രില്ല് ചെയ്തിട്ട് ക്ലീൻ ആക്കി കേടിനെ കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്യുന്നു. അതിനുശേഷം പല്ല് നന്നായിട്ട് വാഷ് ചെയ്ത് ക്ലീൻ ചെയ്തിട്ട് നമ്മൾ ഫില്ലിംഗ് മെറ്റീരിയൽ വെച്ചിട്ട് അടയ്ക്കുന്നു. എന്തൊക്കെ മെറ്റീരിയൽ ആണ്? ഇപ്പോൾ ഒരുപാട് മെറ്റീരിയൽസ് അവൈലബിൾ ആണ്. ഇതിൽ മെയിൻ ആയിട്ട് നമ്മളതിനെ GICs എന്നും കോമ്പോസിറ്റ്സ് എന്നുമാണ് പറയുക. GICസും നമ്മൾ പണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് സിൽവർ കളറുള്ള സിൽവർ അമാൽഗം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ്. അതിപ്പോൾ ഇല്ല. ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്നത് മെയിൻലി ഗ്ലാസ് അയണോമർ സിമെന്റ്. ഗ്ലാസ് അയണോമർ സിമെന്റിൽ തന്നെ വേരിയസ് അയണോമർ സിമെന്റ്സ് അവൈലബിൾ ആണ്. പല്ലിന്റെ ഷെയ്ഡുമായിട്ട് ഏകദേശം മാച്ചിങ് ആയിട്ടുള്ള ഷെയ്ഡുള്ള ഗ്ലാസ് അയണോമർ സിമെന്റ്സും അവൈലബിൾ ആണ്. കൂടാതെ ഉള്ളതാണ് കോമ്പോസിറ്റ്സ്, ആന്റീരിയർ ആൻഡ് പോസ്റ്റീരിയർ കോമ്പോസിറ്റ്സും അവൈലബിൾ ആണ്. അതിൽ ഹൈബ്രിഡ് ആയിട്ടുള്ളതും നാനോ ഹൈബ്രിഡ് ആയിട്ടുള്ള വെറൈറ്റീസും എല്ലാം ഇപ്പോൾ ഉണ്ട്. ഹൈ സ്ട്രെങ്ത് ഉള്ള ഫില്ലിംഗ് മെറ്റീരിയൽസ് ഇപ്പം വിപണിയിൽ അവൈലബിൾ ആണ്. അപ്പോൾ എന്ത് വെച്ചിട്ട് വേണമെങ്കിലും നമുക്ക് പല്ലടയ്ക്കാം. ഇനി എങ്ങനെയാണ് പല്ലടയ്ക്കുക? പല്ലടയ്ക്കുമ്പോൾ GICs ആണെങ്കിൽ അത് പൗഡർ ലിക്വിഡ് ഫോമിലുള്ളതും ക്യൂറിംഗ് ആയിട്ടുള്ളതും ഉണ്ട്. പൗഡർ ലിക്വിഡ് മിക്സ് ചെയ്ത് സിമെന്റ് രൂപത്തിലാക്കി പല്ലിൽ വെച്ചിട്ട് അടച്ച് അതിനൊരു സെറ്റിംഗ് ടൈം വരെ പല്ലിനെ മോൾഡ് ചെയ്യുന്ന രീതിയാണ്. രണ്ടാമതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റ് ക്യൂർ ഉപയോഗിക്കുന്ന ഹെൽപ്പോടെ നമ്മൾ ക്യൂർ ചെയ്തെടുക്കുക എന്ന് പറയും. അതാണ് കോമ്പോസിറ്റിന്റെ ഫില്ലിംഗ് രീതി. ഈ രണ്ട് മെറ്റീരിയലാണ് മെയിൻ ആയിട്ട് നമുക്ക് ഫില്ലിങ്ങിനായിട്ട് ഉപയോഗിക്കാനുള്ളത്. അപ്പം ഈ ഫില്ലിംഗ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കൂടുതൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുമോ? ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുമെന്ന് തന്നെ പറയാം. കാരണം നിങ്ങളുടെ കേട് ഇനാമലിൽ മാത്രമാണെങ്കിൽ ഫില്ലിംഗ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് യാതൊന്നും അറിയില്ല. ഇനാമൽ ക്യാരീസ് എന്ന് നമ്മൾ പറയും. ഇനി ആ കേട് ഉള്ളോട്ട് ഇറങ്ങി ഡെന്റിൻ എന്ന് പറയുന്ന പല്ലിന്റെ ഭാഗത്താണ് ഉണ്ടായിട്ടുള്ളതെങ്കിൽ ആ ഭാഗത്താണ് ഡെന്റിനൽ ട്യൂബ്യൂൾസ് ഉള്ളത്. ഡെന്റിനൽ ട്യൂബ്യൂൾസ് എന്ന് പറയുന്നത് നമുക്ക് പുളിപ്പ് ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഭാഗമാണ് പല്ലിന്റെ. ആ ഭാഗത്താണ് ഫില്ലിംഗ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് പുളിപ്പ് ഉണ്ടാകും. ഈ ഭാഗം ഡെപ്ത് കൂടുകയാണെങ്കിൽ, അതായത് പല്ലിന്റെ കേട് ഉള്ളോട്ട് പോയി പല്ലിന് ഞരമ്പിനോട് ചേരുന്ന ഭാഗത്തൊക്കെ എത്തുവാണെങ്കിൽ അതിശക്തമായ പുളിപ്പ് അനുഭവപ്പെടാനുള്ള സാധ്യതകളുണ്ട്. പിന്നീടുള്ളതാണ് പഴുപ്പ്. പഴുപ്പിൽ നമ്മൾ ഫില്ലിംഗ് ചെയ്യാറില്ല. പഴുപ്പിലേക്ക് എത്തിയിട്ടുള്ള കേടുകൾ, ഉള്ളിൽ ഞരമ്പിലേക്ക് എത്തിയിട്ടുള്ള കേടുകളാണെങ്കിൽ അതിനെ പൊതുവെ നമ്മൾ പൾപ്പ് ക്യാപ്പിങ്ങിലൂടെ രക്ഷപ്പെടുത്താൻ പറ്റുന്നതിന് അങ്ങനെ ചെയ്യാറുണ്ട്. എന്നാലും അധികവും റൂട്ട് കനാൽ ചികിത്സയിലേക്ക് എത്തുകയാണ് ചെയ്യുക. അപ്പം ഞാനിത് എന്തിനാ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ചെയ്യാനുള്ള ബുദ്ധിമുട്ടും കൂടുതലാണ്, നിങ്ങൾക്ക് അതിനോടുള്ള ചെലവും കൂടുതലാവും. ചെറിയ കേട് വരുമ്പോഴേ പല്ല് അടയ്ക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുമല്ലോ.